ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജൂലി താരീസ്. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് പ്രൈവറ്റ് കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യാൻ പോവാണ്. വലിയൊരു കൺസേൺ ആണ് നമ്മുടെ ഈ പ്രൈവറ്റ് ഏരിയാസിലെ ഹെയർ റിമൂവ് ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മൾ റേസേഴ്സ് യൂസ് ചെയ്യുന്നവരുണ്ടാവും, ചിലര് വാക്സിൻ ചെയ്യുന്നവരുണ്ടാവും, ബിക്കിനി വാക്സ് ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ചിലർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വാക്സിൻ സ്ട്രിപ്പ് മേടിച്ച് യൂസ് ചെയ്യും. സോ അതൊന്നും ഞാൻ പ്രിഫർ ചെയ്യില്ല. ഞാൻ പൊതുവെ റേസർ യൂസ് ചെയ്യുന്ന ആളാണ്. പക്ഷെ എന്നാലും എനിക്ക് അവിടെ എന്താ പറയാ, ഈ ചെറിയ ചെറിയ ബംസ് ആയിട്ട് വരും, സ്വെല്ലിങ്ങുകൾ വരാറുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്യുന്ന ആളാണ്. ഇതൊരു നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്. അത് മാത്രമല്ല, ഇതിൽ എന്താ പറയാ, നമ്മുടെ സ്കിന്ന് ഡാർക്ക് ആക്കുവോ അല്ലെങ്കിൽ സ്കിന്നിൽ എന്തെങ്കിലും കട്ട് വരുത്തുവോ, അല്ല ഇപ്പൊ ചെറിയ ചെറിയ ടൈനി ബംസ് ഉണ്ടാക്കുവോ, അങ്ങനെ ഒന്നും ചെയ്യില്ല. എനിക്ക് യൂസ് ചെയ്തിട്ട് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ഈ ഒരു ക്രീം പ്രൊഡക്റ്റ്. ഞാൻ പൊതുവേ ഇങ്ങനത്തെ ക്രീം വാക്സുകൾ യൂസ് ചെയ്യാറില്ലാത്ത ആളാണ്. പക്ഷെ ഇതെന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഈ ഒരു എവർടീൻ ക്രീം ഹെയർ റിമൂവൽ യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര സിമ്പിൾ ആണ്. ഇത് ബാക്കി എല്ലാ ഹെയർ ക്രീം റിമൂവലിൽ നിന്നും എനിക്ക് വ്യത്യസ്തമായി തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ കൂടെ നമുക്കൊരു എന്താ പറയാ, ഒരു കോട്ടൺ കിട്ടും. അതായത് ഇത് കണ്ടോ, എനിക്ക് തോന്നുന്നത് പൊതുവെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് ജസ്റ്റ് നമ്മളൊന്ന് വെള്ളത്തിലിട്ട് കൊടുത്താൽ ഇതിങ്ങനെ വലുതായിട്ട് ഇതിന്റെ ഒരു ഫോമിലിട്ട് വരും. സോ ഈ ഒരു ക്രീം യൂസ് ചെയ്തതിന് ശേഷം ഈ ക്രീം നമുക്ക് തുടച്ചു കളയാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു കോട്ടൺ നമുക്ക് തരുന്നത്. സോ ദാറ്റ്സ് സോ ഇൻട്രസ്റ്റിംഗ്. നമുക്ക് എന്തായാലും ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. എന്റെ കയ്യിൽ ഈ ഒരു നിങ്ങളുടെ ഇന്റിമേറ്റ് ഏരിയ ആണെന്ന് നിങ്ങൾ ഇതിന്ന് ജസ്റ്റ് സങ്കല്പിക്കുക. അതിനുശേഷം നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് ഒരുപാട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് കളയുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല എഫക്റ്റീവ് റിസൾട്ട് ആയിരിക്കും. അതാണ് നമ്മൾ നമ്മുടെ എവർടീൻ ക്രീം ഹെയർ റിമൂവൽ എടുക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ആ ഒരു ഏരിയ ഞാനിപ്പോ ജസ്റ്റ് ഇവിടെ കാണിക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ നമ്മുടെ സ്പാച്ചുല, അതിന്റെ കൂടെ നമുക്കൊരു സ്പാച്ചുല കിട്ടും. ജസ്റ്റ് ആ സ്പാച്ചുലയിലിട്ട് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാം. എവിടെയാണോ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനുള്ളത് നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ ഒരു സാധനം വെച്ചിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം വൈപ്പ് ചെയ്ത് കളയും. അപ്പൊ ഇത് യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര സിമ്പിൾ ആണ്. ഒന്നുമില്ല, ഇത് ഇതുപോലെ പൊട്ടിക്കുക, അതുപോലെ ഒരു ടാബ്ലറ്റ് കണക്കാണ് തിരിക്കുക. നമ്മൾ ഇനി ഇത് വെള്ളത്തിലിടുക, അത്രേ ഉള്ളൂ. ജസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്യാം. കണ്ടോ നിങ്ങള്? സെക്കൻഡുകൾക്കുള്ളിൽ ഇതൊരു കോട്ടൺ ടിഷ്യൂ ആയി മാറിക്കഴിഞ്ഞു. ഈ ഒരു കോട്ടൺ ടിഷ്യൂ വെച്ചിട്ടാണ് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് തേച്ച ഭാഗം നമ്മൾ തുടച്ചു കളയാൻ പോണത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഹെയർ റിമൂവ് ആവുന്നുണ്ടെന്ന്. സോ ലെറ്റ്സ് ട്രൈ. Look at this. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലൊരു റിസൾട്ട് ആണ് എനിക്ക് ഈ ഒരു എവർടീന്റെ സാധനം തന്നത്. ആൻഡ് അത് മാത്രമല്ല, യൂസ് ചെയ്തിട്ട് സ്കിന്ന് ഡാർക്ക് ആവുമോ അല്ലെങ്കിൽ വേറെ ഇച്ചിങ് പ്രോബ്ലമോ റാഷസോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മസ്റ്റ് ആയിട്ടും ശ്രദ്ധിക്കണം, ഒരിക്കലും ഈ ഒരു ക്രീം നിങ്ങളുടെ ആ ഒരു വജൈനയുടെ ഉള്ളിലുള്ള ഭാഗത്തോട്ടൊക്കെ പോവാതെ നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഒരു എവർടീൻ ക്രീം ഹെയർ റിമൂവൽ ബിക്കിനി ലൈനിന്റെ ഒരു ചെറിയ ഒരു റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് എങ്ങനെ എടുത്ത് കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ